ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോട്ട് പ്ലാൻ ചെയ്തിരിക്കുന്ന മധു സാർ ആണ്. അത് ഒരു വീട്ടിൽ അദ്ദേഹം ഇരിക്കുന്നു. അപ്പം പൂജ കഴിഞ്ഞിട്ട് ഫസ്റ്റ് ഷോട്ട് എടുക്കാൻ പോവുക. കംപ്ലീറ്റ് ആൾക്കാരാണ്. പച്ചൻ സാറുണ്ട്, എല്ലാവരും ഉണ്ട്. അതായത് ഒരാളുടെ കരിയറിൻ്റെ ഏറ്റവും ടേണിംഗ് പോയിൻ്റ് എന്ന് പറയുന്ന സ്ഥലത്ത്. അപ്പോൾ അന്നൊക്കെ ക്യാമറ ആരിറ്റൂസിയാണ്. അപ്പോൾ അതിന് ലോ സ്റ്റാൻഡ് വെച്ച് കഴിഞ്ഞാൽ വ്യൂ ഫൈൻഡർ തിരിക്കാനൊന്നും പറ്റത്തില്ല. റൊട്ടേറ്റിംഗ് ഐ പീസ് ഇല്ല. അപ്പോൾ താഴെ കിടന്ന് വേണം നോക്കാനായിട്ട്. ഞാൻ ഈ ഷോട്ട് ഇങ്ങനെ നോക്കിയിട്ട് പറഞ്ഞു, സാർ റെഡി പറഞ്ഞു. അപ്പോൾ മധു സാർ എന്നെ ചോദിച്ചു, അല്ല ഒരു സെക്കൻഡ്, ഇത് കഴിഞ്ഞ് അടുത്ത കട്ട് എങ്ങോട്ടായിരിക്കും ചോദിച്ചു. അപ്പോൾ എനിക്ക് പൂർണ്ണമായ വിശ്വാസമുള്ളത് ആ ചോദ്യം എന്ന് പറയുന്നത് ഒരു ഡയറക്ടർ അല്ലെങ്കിൽ ഒരു കരിയറിൽ എങ്ങോട്ട് വേണം തിരിയാവുന്നൊരു ചോദ്യമാണ്. കാര്യം അത്രയും പേര് നിൽക്കുമ്പോൾ അടുത്ത കട്ട് എങ്ങോട്ടേക്ക് എന്ന് ചോദിക്കുമ്പോൾ ഞാൻ പെട്ടെന്ന് പറഞ്ഞു, എൻ്റെ അസിസ്റ്റൻറ്റ് ഡയറക്ടർ ഗോപാലകൃഷ്ണൻ ഉണ്ടായിരുന്നു. ഞാൻ ഗോപാലകൃഷ്ണൻ പറഞ്ഞു, ആ സ്റ്റോറി ബോർഡ് ഒന്ന് സാറിനെ കാണിക്കുന്നു. ഞാനത് സ്റ്റോറി ബോർഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. സ്റ്റോറി ബോർഡ് മധു സാറിനെ കൊണ്ട് മധു സാർ ഇങ്ങനെ അവിടെ ഇരുന്ന് മറിച്ച് നോക്കി. വളരെ വെൽ പ്രിപ്പയർഡ് ആണല്ലോ, ഓക്കെ നമുക്ക് തുടങ്ങാം എന്ന് പറഞ്ഞു. ശ്രീ പരമേശ്വരൻ പിള്ള ഗോപാലകൃഷ്ണപിള്ള 1956 സബ് ഇൻസ്പെക്ടറായി തന്റെ ഔദ്യോഗിക ജീവിതം ആരംഭിച്ചു. കഴിഞ്ഞ വർഷം സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നടന്ന വർഗീയ ഏറ്റുമുട്ടലുകൾ സത്വരമായി നേരിടുന്നതിൽ ഈ മാന്യദേഹം വഹിച്ച സുത്യർഹമായ പങ്കിനെ മാനിച്ചാണ് അദ്ദേഹം ഇന്ത്യൻ രാഷ്ട്രപതിയുടെ പ്രത്യേക അവാർഡിന് അർഹനായത്. ആദ്യം മുതൽ തന്നെ ഞാനും അദ്ദേഹമായിട്ടൊരു നല്ല വൈബ് ഉണ്ടായിരുന്നു. അതിനുശേഷം അദ്ദേഹത്തിന് എപ്പോഴും മനസ്സിൽ അലറ്റിക്കൊണ്ടിരുന്ന അതിനകത്ത് 2 സീക്വൻസ്. അത് ഈ വായിച്ചതിന് ശേഷം പുള്ളി എനിക്ക് 3-4 കത്തുകൾ എഴുതിയിരുന്നു. അപ്പോൾ പുള്ളി എപ്പോഴും കത്ത് എഴുതുമ്പോൾ ആദ്യം തുടങ്ങുന്നത് ഒരു ഇൻ്റർഫിയറൻസ് അല്ല, എൻ്റെ മനസ്സിൽ ഈ 2 എപ്പിസോഡ് എന്നെ ഡിസ്റ്റർബ് ചെയ്യുന്നു. ഒന്ന്, ഓൾ ഇന്ത്യ റേഡിയോ നീ ടേപ്പ് എടുക്കുന്ന മെക്കാനിസവും TV ജാം ചെയ്യുന്നു എന്ന് പറയുന്നത് അത് മോശം എന്നുള്ളതല്ല. ഈ കാലഘട്ടത്തിൽ അത് കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് വന്നാൽ ആൾക്കാർക്ക് മനസ്സിലാവുമല്ലോ. ഇപ്പോൾ TV ജാമിംഗ് ഒക്കെ ആൾക്കാർക്ക് മാനസ്സിലാവുമോ എന്നതിൻ്റെ ഒരു ഭയം. അത് ഞാൻ ഡയറക്ടറോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു പറഞ്ഞാൽ എനിക്ക് 2-3 കത്തുകൾ ഇങ്ങനെ വന്നിരുന്നു. അപ്പോൾ ഞാൻ എപ്പോഴൊക്കെ പുള്ളിയെടുത്ത് പറയുന്നുണ്ട്, ഞാൻ കോൺഫിഡൻ്റ് ആണ്, എനിക്കത് കൺവിൻസ് ചെയ്യാൻ പറ്റും എന്ന് തോന്നുന്നു എന്നുള്ളതായിരുന്നു എൻ്റെ ഒരു വിശ്വാസം. അപ്പം അത്തരം സീക്വൻസുകളിലേക്ക് വരുമ്പോൾ മാത്രമാണ് കമലഹാസൻ എന്നോട് ഇടയ്ക്കിടയ്ക്ക് ചോദിക്കും, അത് രാജീവ് കോൺഫിഡൻ്റ് ആണല്ലോ, ഷോർട്ട്സ് ഇപ്പോൾ എടുത്ത കറക്റ്റാണല്ലോ. കാര്യം ഞാനിത് എന്നെ സംബന്ധിച്ച് ഒരു ആക്ടർ എന്നുള്ളത് ഈ സീക്വൻസുകളെ എനിക്കൊരിക്കലും ജഡ്ജ് ചെയ്യാൻ പറ്റുന്നില്ല. മറ്റ് സീൻസ് എനിക്കിവിടെ ഒരു ജഡ്ജ്മെൻ്റ് ഉണ്ട്. രാജീവ് കറക്റ്റായിട്ടാണ് എടുത്തിരിക്കുന്നത്, കറക്റ്റ് ഷോർട്ട്സ് ഉണ്ട്, ഡീറ്റെയിൽ ആയിട്ടാണ് എടുക്കുന്നതെന്ന് അറിയാം. ഇതും ഡീറ്റെയിൽ ആയിട്ട് എടുക്കുന്നുണ്ട്. പക്ഷേ കൂടുതൽ എക്യുപ്മെൻ്റ് ആണല്ലോ, ടെലിവിഷൻ്റെ ജാമിങ് മറ്റേ എല്ലാ എക്യുപ്മെൻറ്റുള്ള ഷോട്ടാണ് കൂടുതൽ, ആക്ടറുടെ ഷോട്ടുകൾ കുറവാണ്. ഞാൻ പറഞ്ഞു എനിക്കത് ഒരു കോൺഫിഡൻസ് ഉണ്ട് എന്ന് പറഞ്ഞു. അഖില ക്രൈൻ്റെ ഒരു ഡെമോൺസ്ട്രേഷൻ കണ്ട് മദ്രാസിൽ അതിങ്ങനെ മനസ്സിലുണ്ടായിരുന്നു. അപ്പം അതെവിടെ ഉപയോഗിക്കണം, കറക്റ്റ് സിനിമ വരണം. ഈ അഖില ക്രൈൻ്റെ ഡെമോൺസ്ട്രേഷൻ കഴിഞ്ഞ ഉടൻ തന്നെ ആണ് കണ്ണെഴുതിപ്പെടുന്നുണ്ടെന്നുള്ള സിനിമ സംഭവിക്കുന്നത്. അപ്പോൾ ഞാൻ നോക്കിയപ്പം ഏറ്റവും എഫക്റ്റീവായിട്ട് ഉപയോഗിക്കാൻ പറ്റിയൊരു കഥ ജിയോഗ്രഫി. അപ്പോൾ അഖില ക്രൈന് എപ്പോഴും ഒരു പ്രശ്നമുണ്ട്, അതിൻ്റെ മൗണ്ടിങ്ങിന് 6 മണിക്കൂർ എടുക്കും, അഴിക്കാൻ 4 മണിക്കൂർ. അപ്പോൾ ന്യായമായും ഇതൊരു ഷോട്ട് എടുക്കാൻ പറ്റുള്ളൂ. ഒരിടത്തുകൊണ്ട് മൗണ്ട് ചെയ്ത് കഴിഞ്ഞാൽ 6 മണിക്കൂർ കൊണ്ട് മൗണ്ട് ചെയ്തു, അഴിക്കണേ 4 മണിക്കൂർ. അപ്പം ന്യായമായിട്ട് ഒറ്റ ഷോട്ടിൽ കൂടുതൽ എടുക്കാൻ പറ്റത്തില്ല. അപ്പോഴാണ് പെട്ടെന്ന് ഇങ്ങനെ ആലോചിച്ച് കുട്ടനാടാണ് എനിക്ക് കുട്ടനാട് വളരെ പരിചിതമാണ്. ഒരു ചങ്ങാടത്തിൽ ഇത് വെച്ചാൽ എങ്ങോട്ട് വേണം മൂവ് ചെയ്യാമല്ലോ. അപ്പോൾ ആദ്യം അവർക്ക് കുറച്ച് ഒബ്ജക്ഷൻ ഉണ്ടായിരുന്നു. പക്ഷേ ചങ്ങാടത്തിൻ്റെ സ്ട്രെങ്ത് എന്ന് പറയുന്നത് ബോധ്യപ്പെട്ടതിന് ശേഷം അവർ രാവിലെ 5 മണിക്ക് വന്ന് ഇത് മൗണ്ട് ചെയ്തിട്ട് ഞങ്ങൾ ഒറ്റ ദിവസം 23 ഷോട്ട് എടുത്തു. അങ്ങനെ തന്നെ ആവണം നീ വീരഭദ്ര. ഇവർ എന്നുള്ള സിനിമയിൽ ഒരു അണ്ടർവേൾഡ്, ഒരു അധോലോക ആൾക്കാരുടെ ഒരു ലൈഫിൻ്റെ അവരുമായിട്ടുള്ള ഇൻട്രാക്ഷനിൽ ഞാൻ മനസ്സിലാക്കിയെന്ന് വെച്ചാൽ ഭയങ്കര ഇത് ലൈഫ് എപ്പോഴും സ്റ്റേക്കാണല്ലോ. അപ്പോൾ അവർ എപ്പോഴും അവരുടെ ശരീരവും മനസ്സും ഇങ്ങനെ മൂവ്മെൻറ്റിലായിരിക്കും എന്നുള്ളൊരു അത് ബോധ്യപ്പെടുത്താമെന്നുള്ള ധാരണയിലാണ് ഞാൻ ഒരിടത്തും ക്യാമറ നിൽക്കാതെ ഇങ്ങനെ ഇവരോടൊപ്പം പോകുക എന്നുള്ളത്. അങ്ങനെ ട്രീറ്റ്മെൻറ്റാണ് ഞാൻ ആലോചിച്ചത്.